ഇസ്രായേൽ ഇറാൻ യുദ്ധം 14-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇരു കൂട്ടരും ആക്രമണ പ്രത്യാക്രമണങ്ങൾ കടുപ്പിച്ചതോടെ മിഡിൽ ഈസ്റ്റ് അശാന്തമായി തുടരുകയാണ്. അതിനിടെ മിഡിൽ ഈസ്റ്റിൽ കൂടുതൽ സൈനികരെയും യുദ്ധക്കപ്പലുകളും അമേരിക്ക വിന്യസിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. USS ട്രിപ്പോളിയും അതിന്റെ അനുബന്ധ മറൈനുകളും ഈ മേഖലയിലേക്കുള്ള യാത്രയിലാണെന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്തു. 3 കപ്പലുകളായി ഏകദേശം 2500 മറൈനുകൾ മിഡിൽ ഈസ്റ്റിലേക്ക് പോയതായി ന്യൂയോർക്ക് ടൈംസും റിപ്പോർട്ട് ചെയ്തു. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ കഴിഞ്ഞ ദിവസം 1-ലധികം ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. പലസ്തീനികളെ പിന്തുണച്ച് ഇറാനിയൻ സർക്കാർ ഒരു റാലി നടത്തിയതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ടെഹ്റാനിലെ സെൻട്രൽ സ്ക്വയറിൽ വലിയ സ്ഫോടനമുണ്ടായത്. മധ്യ ടെഹ്റാനെ ലക്ഷ്യമിടുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ഈ സ്ഫോടനം ഉണ്ടായതെന്ന് അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തു. അതേസമയം ഇറാനിൽ നിന്ന് മിസൈലുകൾ തൊടുത്തുവിട്ടു എന്ന സൈന്യത്തിന്റെ മുന്നറിയിപ്പിനെ തുടർന്ന് ഇസ്രായേലിന്റെ വാണിജ്യ കേന്ദ്രമായ ടെൽ അവീവിലും നിരവധി സ്ഫോടനങ്ങൾ കേട്ടതായി AFP റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനിടെ വ്യാഴാഴ്ച ഇറാഖിൽ തകർന്നു വീണ അമേരിക്കൻ വിമാനത്തിലെ 6 ജീവനക്കാരും മരിച്ചതായി അമേരിക്കൻ സൈന്യം അറിയിച്ചു. ഇപ്പോഴും ഗൾഫ് മേഖലയിലെ ആക്രമണം ഇറാൻ ശക്തമാക്കിയിരിക്കുകയാണ്. നിരവധി ഡ്രോൺ ആക്രമണങ്ങൾ തങ്ങൾ ചെറുത്തതായി സൗദി അറേബ്യ പറയുന്നു. കുവൈത്ത്, UAE, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് കനത്ത ആക്രമണമാണ് ഇപ്പോഴും ഇറാൻ നടത്തുന്നത്. ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മൊജ്തബ ഖമനേയെയും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സുമായി ബന്ധപ്പെട്ട മറ്റ് നിരവധി മുതിർന്ന ഉദ്യോഗസ്ഥരെയും കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നവർക്ക് $10 മില്യൺ വരെ പ്രതിഫലം വാഗ്ദാനം ചെയ്യുകയാണ് അമേരിക്ക. ഡിപ്ലോമാറ്റിക് സെക്യൂരിറ്റി സർവീസ് നടത്തുന്ന US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ റിവാർഡ്സ് ഫോർ ജസ്റ്റിസ് പ്രോഗ്രാം വഴി വെള്ളിയാഴ്ചയാണ് ഈ ഓഫർ അവർ പരസ്യമാക്കിയത്. അതിനിടെ ഖാഗ് ദ്വീപിൽ അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ആക്രമണം നടത്തിയതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിട്ടുണ്ട്. ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ 90% നിയന്ത്രിക്കുന്ന തന്ത്രപ്രധാനമായ ദ്വീപിലെ സൈനിക കേന്ദ്രങ്ങളെല്ലാം തകർത്തതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തു. മിഡിൽ ഈസ്റ്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ ബോംബാക്രമണം എന്നാണ് ഇതിനെ ട്രംപ് പറയുന്നത്. എണ്ണ ഉൽപാദന കേന്ദ്രങ്ങളെ നിലവിൽ ബാധിച്ചിട്ടില്ലെന്ന് അമേരിക്ക അവകാശപ്പെടുമ്പോഴും ആഗോള വിപണി കനത്ത ആശങ്കയിലായിരിക്കുകയാണ്. ഇറാൻ തീരത്ത് നിന്ന് 25 കിലോമീറ്റർ അകലെയുള്ള 8 കിലോമീറ്റർ മാത്രം നീളമുള്ള പവിഴപ്പുറ്റ് ദ്വീപായ ഖാർഗ് ഇറാന്റെ സാമ്പത്തിക നട്ടെല്ലാണ് എന്ന് തന്നെ പറയാം. ദിവസം തോറും 70 ലക്ഷം ബാരൽ എണ്ണ ലോഡ് ചെയ്യാൻ ശേഷിയുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓഫ്ഷോർ ടെർമിനലുകളിൽ ഒന്നാണ് ഖാർഗ്. എന്നാൽ ഖാർഗ് അടക്കമുള്ള തങ്ങളുടെ എണ്ണ നിലയങ്ങൾ തൊട്ടാൽ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ താൽപ്പര്യമുള്ള എല്ലാ എണ്ണ കമ്പനികളെയും ചാരമാക്കുമെന്നാണ് ഇറാൻ സൈനിക വക്താവിന്റെ മറുപടി.